ഹലോ, വെൽക്കം ടു അജി കിച്ചൺ. ഇന്ന് ഞാനൊരു വെണ്ടയ്ക്ക മസാല ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു 300 ഗ്രാം വെണ്ടയ്ക്ക കഴുകി ഇതുപോലെ കഷ്ണങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടേ ഉള്ളൂ, ഇങ്ങനെ പൊളന്നിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ വെണ്ടയ്ക്ക എടുക്കുമ്പം കഴുകുമ്പോഴും എപ്പോഴും നോക്കണം പുഴുവോ ഉറപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. അപ്പം നല്ല പിഞ്ച് വെണ്ടയ്ക്ക ആയിരിക്കണേ. അപ്പോൾ ഇതിനകത്ത് വെണ്ടയ്ക്ക കൊണ്ട് ഞാൻ കുറേ 3-4 ഉണ്ടാക്കിയിട്ടുണ്ട് പല രീതിയിൽ. ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കേ. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിരിയമുളകാണേ. ഒരു ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കടലമാവ് അതും ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ്, 1/2 ടീസ്പൂണുള്ള ഉപ്പുണ്ട്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അവിടെ കൈവച്ച് തന്നെ മിക്സ് ചെയ്യണം. വെള്ളം ഒഴിക്കല്. ഈ വെണ്ടയ്ക്കയുടെ ആ നനവ് കാണുമല്ലോ. ഇനി ഇതിവിടെ നിന്നിരിക്കട്ടെ. നമുക്ക് ഈ സ്റ്റൗ വെച്ചിട്ട് വെള്ളം ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ പാത്രം ചൂടായി ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേ. കുറച്ച് വെളിച്ചെണ്ണ മതി. വെളിച്ചെണ്ണ ചൂടായിട്ട് നമ്മുടെ വെളിച്ചെണ്ണയിലോട്ട് ഈ മസാല ചെയ്ത് വെച്ചേക്കുന്ന വെണ്ടയില്ലേ, വെണ്ടയല്ല വെണ്ടയ്ക്ക, അത് ഇട്ട് കൊടുക്കേ. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കേ. ഇതിന് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ വെണ്ടയ്ക്കയുടെ ഒരുമാതിരത്തെ കുഴുകുഴുപ്പില്ലേ, അത് മാറിക്കിട്ടും. നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കുഴുകുഴാന്നിരിക്കും. അതുണ്ടാവാതിരിക്കാനാണ് ഇത് മാറ്റുന്നേ. ഇങ്ങനൊന്ന് വാട്ടിയിട്ടാൽ പിന്നെ വെണ്ടയ്ക്ക കുഴയത്തില്ല. എന്നിട്ട് തീ ഇട്ട് കുറയ്ക്കാം. ഇനി നമുക്ക് അടുത്ത മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യം നോക്കാം. വെണ്ടയ്ക്ക തീരെ ചെറിയ തീയിലേ ഇട്ട് കൊടുക്കാമല്ലേ. നമുക്ക് ഈ അടുപ്പൊന്ന് മാറ്റിയിട്ട് അടുത്ത മസാല തയ്യാറാക്കാം. ഇതിൻ്റെ തീ അങ്ങ് തീരെ കുറയ്ക്കാം. ഈ തീയിൽ മതിയേ, ചെറിയൊരു തീ. ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടട്ടല്ലോ, ഒന്ന് വാടിയാൽ മതി. ഇനി ഈ പാത്രം ഇതിനകത്ത് വെക്കാം. തീ കൂട്ടിയിട്ട് കൊടുക്കാം. ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മതിയേ. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടേ. ഇതിനകത്ത് നമ്മൾ എണ്ണ ചൂടായി അതിനകത്ത് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തേ. കടുക് പൊട്ടിയിട്ട് ഇതിനകത്തൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകമില്ലേ, നല്ല ജീരകം, അതും ഇട്ട് കൊടുത്ത്.
എന്നിട്ട് ഒരു വലിയ സവോള വേണ്ട അത് ഇതിനകത്ത് വെക്കും. കൊച്ചായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് കൊത്തി കഴിഞ്ഞിട്ട് അത് വെച്ച് കൊടുക്കാം. തീ വെച്ച് കൂട്ടി കൊടുക്കാം. ഇത് തീ കുറച്ചിട്ടേക്കുക. ആ ചെറിയ തീയിലും കിടന്നോളും മൊരിയുള്ളത്. ഇനി ഇതിനകത്ത് ഒരു 2 തണ്ട് കറിവേപ്പില അത് ഇട്ട് കൊടുക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്ത്, ഫോളോ ചെയ്ത്, ഷെയർ ചെയ്യാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് വളരെ വളരെ നന്ദിയുണ്ട്. നമ്മുടെ ഈ ഉള്ളിയിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ, 1 കഷ്ണം ഇഞ്ചിയും ഒരു 10-12 വെളുത്തുള്ളിയും കൂടെ ചതച്ചതേ, ടേസ്റ്റ് അല്ല. ഇതൊന്ന് വാടി വരട്ടെ. നമ്മുടെ ഈ വഴന്ന ഉള്ളിയിലോട്ട് ഒരു വലിയ തക്കാളി കൊത്തി അരിഞ്ഞ്, ഇതുപോലെ ഉള്ളി അരിഞ്ഞ കണക്ക് അരിഞ്ഞത്, അത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ല വഴറ്റിയെടുക്കാം. വഴന്നിട്ട് നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കേ. തക്കാളി ഒന്ന് വേവട്ടെ. വെണ്ടയ്ക്ക ഇങ്ങനെ അണയ്ക്കുക. വെണ്ടയ്ക്ക ഇതുപോലെ വാടിയാൽ മതിയേ. വെണ്ടയ്ക്ക അണച്ച് ഇനി ഞാൻ 3 ടേബിൾ സ്പൂൺ കട്ട തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. അധികം പുളിയില്ല. പുളി വേണമെന്നവർക്ക് പുളി ഉള്ള തൈര് എടുക്കാം. ഈ തൈരിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒന്നര ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ നല്ല മിക്സ് ചെയ്യേ. തക്കാളി ഉള്ളി നല്ല വാടിയിട്ടുണ്ടേ. ഇതിൽ ഞാൻ ഉപ്പിട്ടിട്ടില്ല. വെണ്ടയിൽ മാത്രമേ ശക്കലം, വെണ്ടയ്ക്കയ്ക്ക് മാത്രമേ ഉപ്പിട്ടിട്ടുള്ളായിരുന്നു. ഇത് ഉപ്പിട്ടിട്ടില്ല. ഇനി തീയങ്ങും തീരെ കുറയ്ക്കാം. ഇനി ഇതിലോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ച തൈരിനകത്ത് മിക്സ് ചെയ്ത് വെച്ച മസാലയില്ലേ, അതിനകത്ത് ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്ത് വയ്ക്കാം. ഇതിനകത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ തൈരിൻ്റെ ഒരു പച്ച മണം ഉണ്ടല്ലോ, അതങ്ങ് മാറി ഇതുമായിട്ടങ്ങ് നല്ല ചേരും. അത് നമുക്ക് ഇളക്കി കൊടുക്കാം. അതുപോലെ നമ്മുടെ തക്കാളി നേരത്തെ ഇല്ലേ, തൈര് നല്ല മൊരിഞ്ഞെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ പച്ച മണമൊക്കെ മാറി ഇതെല്ലാം കൂടെ ആയിട്ട് യോജിച്ച്. ഇനി ഇതിനകത്ത് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ലായിരുന്നു. വെണ്ടയ്ക്കയിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പേ കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇത് തിളയ്ക്കട്ടെ. നമ്മുടെ കറി തിളച്ച്
ഇനി ഇതിൽ ഈ വെണ്ടയ്ക്ക ഇല്ലേ വാട്ടിയാൽ അതിട്ട് കൊടുക്കാം. എന്താ മുരിഞ്ഞിട്ടേ ഒന്നുമില്ല, ഒന്ന് വാടിയിട്ടേ ഉള്ളൂ. കാര്യം ഇനി ഇതിൽ കിടന്നു കഴിച്ചാലും കുഴഞ്ഞു പോകത്തില്ല, അതിൻ്റെ ആ കിളുകിളിപ്പങ്ങ് മാറി. ഇനി ഇത് ചെറിയ തീയിൽ തിളച്ചിട്ടുണ്ടല്ലോ, ഇത് ചെറിയ തീയിലിട്ട് കൊടുക്കാം. ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ തീയിൽ ഒരു 5-6 മിനിറ്റ് കിടക്കട്ടെ, മതി. ഒരു 4 മിനിറ്റ് കഴിഞ്ഞിപ്പം നമ്മളെ വെണ്ടയ്ക്കയിൽ ഇനി 1-2 സാധനം കൂടി ഇട്ട് കൊടുക്കണേ. ഒരു 1/2 ടീസ്പൂൺ കസൂരി മേത്തി, അത് നല്ലതുപോലെ പൊടിച്ചിടണേ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ വെണ്ടയ്ക്കയിലൊക്കെ ഇത് ഇങ്ങനെ വെക്കുന്ന കറിക്കിട്ട് കഴിക്കാൻ. പിന്നെ ഒരു അര ടീസ്പൂൺ മീറ്റ് മസാല, അല്ല ഗരം മസാല ഇട്ട് കൊടുത്താലും മതി, തോനെ വേണ്ട. ഇനി ഇതൊന്ന് നല്ല മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് കൂടെ കിടക്കട്ടെ. ഈ ചെറിയ തീ തന്നെ നമ്മൾ വെണ്ടയ്ക്ക മസാല നോക്കാം. ഇനി ഇതിനകത്ത് ഇപ്പം നമുക്കിത് വരട്ടിയെടുക്കണമെങ്കിൽ ഇതിൻ്റെ വെള്ളം എടുത്താൽ മതി, വരട്ടിയെടുത്താൽ മതി. അപ്പോൾ എനിക്കിത് ചാറായിട്ട് വേണ്ടതുകൊണ്ട് ഞാനതുപോലെ വെക്കേ. ഇനി ഇതിനകത്ത് ഒരു 3 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്ത് കുറച്ച് മല്ലിയില. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് വെക്കാം. ഇന്നലെ നല്ലൊരു കടലക്കറി ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നേ, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി കടലക്കറി അത്. ഞാൻ എന്താ തീ ഓഫാക്കുക, ഒന്ന് കയറാത്ത, ഒന്ന് അധികം ആൾ കണ്ടിട്ടില്ല, ഒന്ന് കയറി നോക്കണം എല്ലാവരും. നല്ല കടലക്കറിയാണ്, ബെസ്റ്റ് കടലക്കറിയാണ്, ഭയങ്കര ടേസ്റ്റാണ് അത്. ഇപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് ഇരിക്കട്ടെ ഇങ്ങനെ. നമ്മളെ കറി നോക്കേ, ഞാനിത് എടുക്കുകയാണ്. അതിനകത്ത് കുറച്ച് അരപ്പുണ്ട്, അത് ഞാൻ പറ്റിച്ചെടുത്തിട്ടില്ല. അതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് അടിപൊളി കിടുക്കാച്ചി കറിയാകും. അതൊന്ന് പകർന്ന് നല്ല സൂപ്പർ ടേസ്റ്റി വെണ്ടയ്ക്ക കറിയാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കറിയാണ്. ഓക്കെ, കിടിലൻ വെണ്ടയ്ക്ക കറി. അപ്പോൾ അടുത്ത ദിവസം ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരെ.